പരവൂർ മുനിസിപ്പൽ കോടതിയിലെ APP അനീഷ്യ കഴിഞ്ഞ ജനുവരി 21 വീട്ടിലെ കുളിമുറിയിൽ തൂങ്ങി മരിച്ചു. സർക്കാർ ഉദ്യോഗസ്ഥയായ APP ആണ് അനീഷ്യ. 40-41 വയസ്സുണ്ട്. അനീഷ്യയുടെ ഭർത്താവ് കേരളത്തിലെ ഒരു ജില്ലാ ജഡ്ജിയാണ്. APPയുടെ ജോലി ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ അനാവശ്യമായി തന്നെ ഭീഷണിപ്പെടുത്തുന്നുവെന്നും തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അവഹേളിക്കുന്നുവെന്നും അതിന് അവിടുത്തെ APP ശ്യാംകൃഷ്ണൻ KR ശ്യാംകൃഷ്ണനും കൂട്ടുനിന്നുവെന്നും അവര് ഈ ഒരു സംഭവം മാനസികമായി അവരെ തളർത്തിയെന്നും അങ്ങനെ അനീഷയുടെ ഡയറി കുറിപ്പുകൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. 19 ഡയറി കുറിപ്പുകളാണ് അവര് എഴുതി വച്ചിരിക്കുന്നത്. കൂടാതെ ശബ്ദരേഖയുമുണ്ട്. തനിക്ക് നേരിട്ട മാനസിക പീഡനം ഒഫീഷ്യലായിട്ട് തൻ്റെ ഔദ്യോഗിക കൃത്യസ്ഥലത്ത് തൻ്റെ മേലധികാരികൾ തനിക്ക് നേരെ ഉയർത്തിയ മാനസിക പീഡനത്തിൽ നൊന്ത് നിവൃത്തിയില്ലാതെ അവർ ആത്മഹത്യ ചെയ്തു. പല സന്ദർഭത്തിലും അവരിതിന് പരിഹാരത്തിന് ശ്രമിച്ചു. അവിടുത്തെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് അവർ ശബ്ദ സന്ദേശം അയച്ചിട്ടുണ്ട്. തൻ്റെ മാനസിക പീഡനത്തെപ്പറ്റി പരാതി പറഞ്ഞിട്ടുണ്ട്. അഡ്വക്കേറ്റ് ജോസ് ഇവരെ പീഡിപ്പിച്ച കാര്യം സത്യമാണെന്നും അത് നടപടി വേണമെന്നും അഡ്വക്കേറ്റ് ജോസ് ഇതിനോടൊപ്പം പത്രങ്ങളിലൊക്കെ പറഞ്ഞത് നമ്മൾ കേട്ടു. APP അനീഷയുടെ മരണത്തിന് ഉത്തരവാദികളായ ഡെപ്യൂട്ടി ഡയറക്ടർ പ്രോസിക്യൂഷൻ അബ്ദുൽ ജലീലിനെയും ശ്യാംകൃഷ്ണനെയും സസ്പെൻഡ് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി ഉത്തരവിട്ടിട്ടുണ്ട്. അത് അസംബ്ലിയിൽ പറയുകയും ചെയ്തു. അന്വേഷണം പരവൂർ പോലീസാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത്. അന്വേഷണം ക്രൈംബ്രാഞ്ച് ജില്ലാ കോടതിയെ ക്രൈംബ്രാഞ്ച് DYSPക്ക് ഏൽപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് ഈ കേസിന്റെ അന്വേഷണം സത്യസന്ധമായി മുന്നേറണം എന്ന് കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ച് DYSPക്ക് മാറ്റിയിരിക്കുന്നത്. ഏതായാലും ഈ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ അവിടുത്തെ APP അവരോട് സംഘടനാപരമായി ഒത്തുനീർക്കുന്ന ചില ആൾക്കാരും തന്നെ ഭീഷണിപ്പെടുത്തുകയും തന്നെ നിന്ദിക്കുകയും അവഹേളിക്കുകയും ഒക്കെ ചെയ്തെന്ന് അവരുടെ നോട്ടിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അറസ്റ്റൊന്നും ഇതുവരെ നടന്നില്ല. ഇന്ന് ലോക വനിതാ ദിനമാണ്. അനീഷയുടെ ബന്ധുക്കള് നിരാകര സമരത്തിലേക്ക് മാറും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് മജിസ്ട്രേറ്റിന് സന്ദേശം അയച്ചതുകൊണ്ട് മജിസ്ട്രേറ്റിനെ ചോദ്യം ചെയ്യുന്നുള്ള അനുവാദത്തിനായിട്ട് പോലീസ് നീങ്ങിയിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. രണ്ടുപേരെ സസ്പെൻഡ് ചെയ്തെങ്കിലും ഇതുവരെ ഒരു അറസ്റ്റ് നടന്നിട്ടില്ല. അബറ്റ്മെന്റ് കമ്മിറ്റ് സൂയിസൈഡ് 306 പ്രേരണ കുറ്റത്തിന് അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഇവരുടെയൊക്കെ പേരെഴുതി വച്ചിട്ടുണ്ട് അവരുടെ നോട്ടില്, ശബ്ദ സന്ദേശത്തിലുമുണ്ട്. അവർ മരിക്കുന്നതിന് മുമ്പ് അവര് ഇത് എഴുതി വെച്ചു. അതുപോലെ ശബ്ദരേഖ പലർക്കും അയച്ചിട്ടും ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അവരുടെ മാനസിക സംഘർഷത്തിന്റെ തോത് എത്രയുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. അവര് നിയമപാണ്ഡിത്യമുള്ള ഒരു ലേഡിയാണ്. കോടതിയിൽ എല്ലാവരുടെയും കേസുകൾ പ്രോസിക്യൂഷന് വേണ്ടി പറയാൻ ഹാജരാകുന്നതാണ്. പക്ഷെ അവർക്ക് നേരിട്ട് ദുരന്തം നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞു. കാരണം 40-41 വയസ്സുള്ള സ്ത്രീയാണ്, ജോലിയുണ്ട്, വരുമാനമുണ്ട്, ഭർത്താവ് ഒരു ജില്ലാ ജഡ്ജി റാങ്കിലുള്ള ആളാണ്. അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് ധൈര്യം കൊടുക്കാൻ ബാധ്യസ്ഥയായ സ്ത്രീയാണ്. പക്ഷെ അവരുടെ പീഡനം അവരെ മാനസികവുമായി തളർത്തിയതിൻ്റെ കാരണം അവരുടെ മേലുദ്യോഗസ്ഥനായ ഡെപ്യൂട്ടി ഡയറക്ടറും അതിൽ ചേർന്ന് നിൽക്കുന്ന APPയും കൂടെ ചേർന്നാണ് എന്ന് കൃത്യമാണ്. അതുകൊണ്ടാണ് അവരെ രണ്ടുപേരെ സസ്പെൻഡ് ചെയ്തത്. ഇതിനെ സംബന്ധിച്ച് ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ ഒരു അന്വേഷണം നടത്തുന്നുണ്ട്.
അതിൻ്റെ വിവരം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അന്ന് തന്നെ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പരവൂർ പോലീസ് എടുത്ത കേസ് ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP അല്ലെങ്കിൽ അസിസ്റ്റന്റ് കമ്മീഷണർ അന്വേഷണത്തിന് കൊടുത്തു. പക്ഷെ അന്വേഷണം പതുക്കെ പതുക്കെ നീങ്ങുന്നുള്ളൂ. അന്വേഷണം ചടുലമായിട്ട് നീങ്ങണം. കാരണം അതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ടവര് അല്ലെങ്കിൽ ആ കേസ് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ അതിശക്തമായ സമ്മർദ്ദം അവരുടെ പേരിൽ ഉണ്ടാവും എന്ന് തോന്നുന്നു. കാരണം ഭരണകക്ഷിയുടെ ആൾക്കാർ തന്നെയാണ് സസ്പെൻഡ് ചെയ്തത്. പക്ഷെ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന മുഖ്യമന്ത്രി നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്തതാണ്. അതുകൊണ്ട് പോലീസ് ശക്തമായിട്ട് ഇതിന് മുന്നോട്ട് പോകണം. കാരണം 306 വകുപ്പ് അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടോ എന്നറിയില്ല. സൂയിസൈഡ് ആയതുകൊണ്ട് 174 CRPC പ്രകാരം മാത്രം ഒരു FIRൽ നിൽക്കുകയായിരിക്കാം. പക്ഷെ അവരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, ഇൻറ്റിമിഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് തീർച്ചയായിട്ടും വകുപ്പുകൾ മാറി വരും. അതുകൊണ്ട് ആ ഇൻറ്റിമിഡേഷന് അബറ്റ്മെന്റ് കൂടാതെ ഇൻറ്റിമിഡേഷനും ഉണ്ട്. അത് 550 മോശമായ പദപ്രയോഗങ്ങളും ഉണ്ട്. 506 ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ കൂടാതെ 509 പ്രകാരവും കുറ്റകരമായ ചില കാര്യങ്ങൾ സസ്പെൻഡ് ചെയ്തവരും മറ്റു ചിലരും ചെയ്തിട്ടുണ്ടെന്നാണ് ഇതുവരെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നിയമ നടപടികൾ വളരെ ക്വിക്കായിട്ട് ഇനി മുന്നോട്ട് പോകണം. ദിവസങ്ങൾ 42-46 ദിവസമായി ആരെയും അറസ്റ്റ് ചെയ്തില്ല. പക്ഷേ നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പോലീസ് നീങ്ങുന്നതുകൊണ്ടായിരിക്കാം വളരെ സ്ലോ ആയിട്ട് പോകുന്നത്. പ്രതിയായിട്ട് വരുന്നവർ അഡ്വക്കേറ്റന്മാരാണ്, ഗവൺമെൻറ് സർവീസ് ഉള്ളവരാണ്. പക്ഷേ അവരുടെ നോട്ട് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. 19 പേജുള്ള നോട്ടുണ്ട്, ശബ്ദ സന്ദേശമുണ്ട്, വാട്സാപ്പിലുണ്ട്. അത് ക്ലിയറാണ്. അതുകൊണ്ട് ഇനി 306 നടപടിക്ക് ആ IPC പ്രകാരം കുറ്റത്തിന് വേറെ തെളിവന്വേഷിക്കേണ്ട കാര്യമില്ല. അവർക്കുണ്ടായ ആ ഭീഷണി കൊണ്ട് ആണ് അവർ ആത്മഹത്യ ചെയ്തതെന്ന് ക്ലിയറായി. 10 വർഷം വരെ തടവ് ശിക്ഷ അനുഭവിക്കുന്ന കുറ്റമാണ് 306 അബറ്റ്മെന്റ് ടു കമ്മിറ്റ് സൂയിസൈഡ്. അതുപോലെ തന്നെ 550 മോശമായ അവരോട് പെരുമാറ്റം, അതും പിന്നെ ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ, അതൊക്കെ 2-3 വർഷം ശിക്ഷ അനുഭവിക്കേണ്ടതാണ്. ഏതായാലും 5 ശബ്ദരേഖ തന്നെ അവരുടെ ആയിട്ട് വെളിയിൽ വന്നിട്ടുണ്ട്. ഏതായാലും സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന് കൊടുക്കണമെങ്കിൽ കൊടുക്കണം. കാരണം ലോക്കലിൽ ഇരിക്കുന്നവർക്ക് ഒരു വൈമുഖ്യം ചിലരെ അറസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു സ്ത്രീയുടെ, പ്രത്യേകിച്ച് APPയുടെ ആത്മഹത്യ നടന്നു കഴിഞ്ഞു. ആത്മഹത്യ പ്രേരണ കുറ്റം ആണ് എന്ന് അവർ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. കൈകൊണ്ട് എഴുതിയിട്ടുണ്ട്, അവരുടെ കയ്യക്ഷരത്തിലുണ്ട്, അവരുടെ ശബ്ദത്തിലുണ്ട്. ഇതൊക്കെ പോലീസിന് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് 2 ആഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് പ്രോസിക്യൂഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ട് ഇതുവരെ 2 ആഴ്ച കഴിഞ്ഞിട്ടും 3 ആഴ്ച കഴിഞ്ഞിട്ടും ഒന്നും ഇതിന് കൃത്യമായ ഒരു അന്വേഷണം നടക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. ആരും ഒരു അറസ്റ്റ് നടന്നിട്ടില്ല. അവരെ സൂയിസൈഡിൽ മാത്രം അന്വേഷണം നിൽക്കുകയാണ്. എന്താണ് അമാന്തിക്കുന്നതെന്ന് മനസ്സിലാകുന്നത്? അവരുടെ ശബ്ദരേഖയുണ്ട്, അവരുടെ റിട്ടേൺ ആയിട്ടുള്ള അവരുടെ നോട്ട് ബുക്കിനുള്ള 19ഓളം പേജിനകത്ത് നിറയെ എഴുതിയിട്ടുണ്ട്. അത് അവരുടെ കൈയക്ഷരം പോലീസ് ഉദ്യോഗസ്ഥന് എക്സ്പെർട്ട് ഒപ്പീനിയൻ്റെ ആവശ്യമില്ല. അവരുടെ കൈയക്ഷരം പോലീസ് ഉദ്യോഗസ്ഥന് കണ്ടാൽ അറിയാം. അല്ലെങ്കിൽ നയനം കൊണ്ട് അല്ലെങ്കിൽ കണ്ണുകൊണ്ട് നോക്കി അത് കമ്പയർ ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. ശാസ്ത്രീയമായ തെളിവുകൾ പിന്നാലെ മതി. പ്രാഥമിക അന്വേഷണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന് അത് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അറസ്റ്റിന് അമാന്തിക്കേണ്ട കാര്യമില്ല. അവരെ തന്നെ മൊബൈലിൽ കിടക്കുന്ന ശബ്ദരേഖ അത് അവരുടെ ഹസ്ബൻഡിനെ കാണിക്കുകയോ അല്ല അവരുടെ സഹപ്രവർത്തകരെ കാണിച്ചാലും മതി. അവിടെ അഡ്വക്കേറ്റ് ജോസ് എന്ന് പറഞ്ഞ ആള് ഒരു മൊഴി പോലീസിന് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഇതിന് പല കേസിലും സാക്ഷിയാണ്. അതുകൊണ്ട് പിന്നെ ബാർ അസോസിയേഷനും ഇവർക്കെതിരായിട്ട് ശക്തമായ നടപടി എടുക്കാനും അവരും രംഗത്ത് വന്നിട്ടുണ്ട്. ഏതായാലും പോലീസ് അമാന്തിക്കരുത്. അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് ചെയ്യണം. ഈ വനിതാ ദിനത്തിലെങ്കിലും ആ സ്ത്രീക്ക് നീതി ലഭിക്കണം. അതിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് വേണ്ട ഡയറക്ഷന് ലോ ആൻഡ് ഓർഡർ ADGP കൊടുക്കണം എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്.